ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന പോപ്പുലർ ആയിട്ടുള്ള ചൈനീസ് ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ യാനിൻ്റെയും ഇഫാൻ്റെയും സ്കൂൾ ലൈഫാണ് കാണിക്കുന്നത്. ഇഫാൻ്റെ ക്ലാസ്സിലോട്ട് ഒരു സാറ് വന്നിട്ട് ഇഫാനോട് പറയുകയാണ്, അമ്മ ഓഫീസിലോട്ട് വിളിച്ചിരിക്കുന്നു, നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ട് ഓടുകയാണ്. എന്നാൽ അത് കണ്ട യാനും ആകെ ടെൻഷനാകും, അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. ഇഫാനാണെങ്കിൽ ഒരു ബസ്സൊക്കെ പിടിച്ച് അവളെ ആരോ ഫോൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവൾക്ക് കിട്ടുന്നതേ ഇല്ല. യാന് ഇവളുടെ പിന്നാലെ വന്നിട്ട് അവളുടെ ആ ഒരു ബസ്സിനെ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ ആ ബസ് പിടിച്ച് നിർത്തിക്കും. എന്നിട്ട് അതിലോട്ട് കയറും. എന്നിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഇഫാനാണെങ്കിൽ ഇവനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിക്കൊണ്ട്, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അതിൽ അവന് ഒരു എക്സ്ക്യൂസ് എന്ന രീതിയിൽ പറയും, എനിക്ക് ക്ലാസ് ഭയങ്കര ബോറടിച്ചു, ഞാൻ സ്കിപ്പ് ചെയ്യാമെന്നും വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തിരിക്കുകയാണ്. ആക്ച്വലി അവൻക്ക് ഇവളെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞയക്കാൻ വയ്യ. അപ്പോൾ അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. എന്നാൽ അവൻ റീസൺ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇഫാന് ഭയങ്കര കരച്ചിലാണ്. അച്ഛനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായി. എന്നാൽ ഇവിടെ ഇങ്ങനെ ഇവൾ കരയുന്നത് കണ്ടിട്ട് യാന് വേഗം അവളുടെ ജാക്കറ്റ് ഊരിയിട്ട് ഇവളെ അങ്ങോട്ട് കവർ ചെയ്യുകയാണ്. അവളാണെങ്കിലോ തല അടക്കം അതിൻ്റെ ഉള്ളിൽ മൂടിയിട്ട് ഒളിഞ്ഞിരുന്ന് അവൾക്ക് കരയാനുള്ളതെല്ലാം കരഞ്ഞു തീർക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലിലെത്തിയപ്പോഴും അവർ ഭയങ്കരമായിട്ട് ഓടുകയാണ്. അവിടെയുള്ള ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് ഓടുകയാണ്. അങ്ങനെ അവസാനം അച്ഛൻ കിടക്കുന്ന റൂമിലെത്തുന്നു. എന്നാൽ അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൾക്ക് വല്ലാതെ വിഷമം വരുന്നു. ശേഷം അവൾ അകത്തോട്ട് കയറാൻ പേടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. ഞാനും അവളുടെ കൂടെ തന്നെ നിന്നിട്ട് അവളോട് പറയും, നിനക്ക് ഒരു വിഷമവും വേണ്ട, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, നിനക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എന്നും പറഞ്ഞിട്ട് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നത് പോലെ അങ്ങനെ സംസാരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇഫാന് എന്തോ ഭയങ്കര സന്തോഷം വരുന്നു, ഒരു സമാധാനം വരുന്നു. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് വീണ്ടും പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇന്നിവിടെ ചൈനീസ് ന്യൂ ഇയർ ആണ്. ഇഫാൻ്റെ ഓഫീസിൽ അവർ ഈ ഒരു ന്യൂ ഇയർ എങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലോട്ടാണ് ഇവിടെ ബോസ് കയറി വരുന്നത് ഒരു ട്വിസ്റ്റിംഗ് ഉണ്ട്. അതായത് ഇവർക്ക് പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഈ ന്യൂ ഇയർ ഈ ഒരു ഓഫ് ഡേ അത് ലീവ് എടുക്കാതെ തൻ്റെ കൂടെ ഈ പണിക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ആകെ പേടിക്കുന്നു. അവരെല്ലാവരും തന്നെ ഇപ്പോൾ പിടിക്കും എന്ന രീതിയിൽ ഒളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് ഇഫാൻക്ക് ഒരു മെസ്സേജ് വരുന്നത് യാനിൻ്റെ. അതായത് അവന് ഈ ഒരു ന്യൂ ഇയർ ഈ ഒരു ദിവസങ്ങൾ അവൻ്റെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇഫാന് വേറെ ഒരു പ്ലാനുമില്ല, അവൾ തനിയായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അവൾ തന്നെ താൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ബോസിനോട് പറയുന്നു. അതിൽ പിന്നെ ബോസിന് ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയും, കണ്ടു പഠിക്ക്, ഇതാണ് ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ പൊക്കിയടിക്കുകയാണ്. ബാക്കിയുള്ളവരും ഇവളെ കണ്ടിട്ട് ഇവളുടെ ഈ ഒരു ഡിസിഷൻ കണ്ടിട്ട് ആകെ ഷോക്കാകും. ഇനി അടുത്തതായി ഹോൻ്റെ ഒരു കാര്യം കാണാം. ഹോൻ ഇവിടെ യാൻ്റെ കഫയിൽ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അവളുടെ ഇഫാൻ്റെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ട് അവളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതായത് ഇവൾക്ക് ഇങ്ങനെ ഈ ഓരോ ഓൺലൈൻ ഡെലിവറി പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിലോട്ട് ഇവൾക്ക് പുതിയൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള അതാണ് ടാസ്ക്. ഒരു വലിയ എമൗണ്ടും അവൾ അതിന് പ്രതിഫലമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് അവൾ ഭയങ്കര വഴക്കിട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഈ ആഡ് എല്ലാവരും കാണും, അപ്പം തന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഇവൻ പറയുന്നത്, ഇത് ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. അവസാനം അവളെ തനിച്ചിരുത്തിക്കൊണ്ട് കുറച്ച് വാട്ടറും പിന്നെ കുറച്ച് സോപ്പിട്ടുകൊണ്ട് പറയും, ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. എൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒരു വർഷത്തോളമായി പിണക്കത്തിലാണ്, അവരിതുവരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ അവരിപ്പോൾ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ ആ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. ആക്ച്വലി ഞങ്ങൾ ബ്രേക്കപ്പ് ആയല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ ഈ ഒരു റീസൺ ഇല്ലെങ്കിൽ അവർ വരില്ല, വീണ്ടും അവരുടെ പിണക്കം കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് അവരെ മിണ്ടിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആയാലോ, അതുകൊണ്ട് നീ എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് ഒന്ന് അഭിനയിക്കുക അവരുടെ ഇടയിൽ എന്ന് പറയുന്നു. എന്നാൽ ആദ്യമൊന്നും ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ട് അതിന് സമ്മതിച്ചില്ല. കാരണം ഇവർ പഴയ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇവന് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൾ ട്രൈ ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെ ഇവൻ്റെ ഈ ഒരു ഓർഡർ അവൾ സ്വീകരിക്കുകയാണ്. ഇനി ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇവിടെ ഇഫാന് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും കഴിഞ്ഞ് അവൾ വീട്ടിലെത്തി. വീട്ടിൽ അവൾ തനിച്ചിരിക്കുകയാണ്. അവൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിന് അവൾ വീഡിയോ കോളും ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിലോ എല്ലാവരും കൂടെ ഭയങ്കര കളിയും ചിരിയും, എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലും, ഭയങ്കര സെലിബ്രേഷൻ. എന്നാൽ ഇഫാൻ അവരുടെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം കഴിക്കും. അത് ഈ ഒരു ന്യൂ ഇയറിൻ്റെ പ്രത്യേകതയാണ്. അതിൽ അവളോട് ഇഫാൻ്റെ ഫ്രണ്ട് അത് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയുന്നത് താൻ കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് പറയും, അത് ഒന്നുകിൽ നീ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിന് കഴിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഫ്രണ്ട് കോളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അത് കാണാൻ വേണ്ടി
പോവുകയാണ്. അങ്ങനെ വീണ്ടും തനിച്ചായ ഇഫാന് ആ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കണോ ഓർഡർ ചെയ്യണോ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്യാനുള്ള പരിപാടി എടുക്കുമ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല്. ഇഫാന് ആരപ്പ എന്ന രീതിയിൽ അത് പോയി തുറന്നു നോക്കുമ്പോൾ അത് യാനാണ്. യാനെ കണ്ട് ഇവൾ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം യാൻ മെസ്സേജ് അയച്ചിരുന്നല്ലോ അവൻ്റെ വീട്ടിലുള്ളവരുടെ കൂടെ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ അവൻ ഇന്ന് വരാൻ പാടില്ല. ശേഷം അവനെ കണ്ടപ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ യാൻ പറയുന്നത് തൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, കിടക്കാനൊന്നും ഒരു സ്ഥലമില്ലെന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് പിള്ളേർ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൂത്തിരിയും കൊണ്ടൊക്കെ വന്നിട്ട് ഇവരോട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്നത്. അങ്ങനെ ഇവരിങ്ങനെ കളിക്കുന്നത് കണ്ണിടയിലാണ് ഈ കുട്ടികൾ ഇവിടെ യാനെ വന്നിട്ട് അങ്ങോട്ട് തള്ളുന്നത്. അറിയാതെ സംഭവിച്ചതാണ്. യാനാണെങ്കിലോ നേരെ പോയിട്ട് ഇഫാൻ്റെ മേലിലോട്ട് അങ്ങോട്ട് വീഴുന്നു. അതിൽ പിന്നെ അവർ രണ്ടുപേരും അങ്ങോട്ട് ഞെട്ടിയിട്ട് ഇങ്ങനെ കണ്ണും നോക്കി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ യാൻ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ്. യാൻ്റെ അടുത്ത് അവന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള സാധനങ്ങളും എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ട് ഇഫാൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും ഗസ്റ്റ് ഉണ്ടായിട്ടും നിന്റെ വീട്ടിൽ നിന്ന് നീ ഫുഡൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അതിൽ ഞാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവനെന്തോ ഭയങ്കര ജാട ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ ഇഫാനും വല്ലാണ്ടൊന്നും സംസാരിക്കാതെ അവളുടെ ബാക്കി TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇഫാനോട് പറയുന്നത്, ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി, അപ്പോൾ നീയും എന്നെ തിന്ന് സഹായിക്കാമോ എന്ന് പറയുന്നു. അതിൽ ഇവൾക്ക് ആക്ച്വലി ഇവൾ നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നല്ലോ. ഇവൾക്ക് ചെറുതായിട്ട് സന്തോഷം വന്നു. പിന്നീട് ഇവൻ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൂടെ തന്നെയുണ്ട്. അപ്പോഴാണ് ഇവളുടെ ആ പറഞ്ഞിരുന്ന സ്നാക്സ് ഉണ്ടല്ലോ, ഈ ന്യൂ ഇയറിന് സ്പെഷ്യലായിട്ട് കഴിക്കുന്ന ആ സ്നാക്സ്, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഇഫാൻ പറയും എന്നാൽ നമുക്ക് അതും കൂടെ ഉണ്ടാക്കില്ലേ എന്ന് പറയുന്നു. അതിൽ പിന്നെ അവർ അതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അതിൽ ഇഫാന് നന്നായിട്ട് വിശന്നിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഒരുപാട് ഇരുന്ന് കഴിക്കും. എന്നാൽ ഇവൾ കഴിക്കുന്നതും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇഫാൻ പറയുന്നുണ്ട് അവൻ്റെ ഉണ്ടാക്കിയ ഫുഡ് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. എന്നാൽ ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, അതുകൊണ്ട് തന്നെ ഇഫാന് കഴിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്നിട്ട് അവനോട് പറയും, നീ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുക, പിന്നെ ഇത് ന്യൂ ഇയർ ആണ്, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അവർ കുറച്ച് സമയം TV കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് അവർക്ക് ന്യൂ ഇയർ വിഷസ് ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലോട്ടാണ് ഇഫാന് ഒരു കോൾ വരുന്നത്. അത് മറ്റാരുമല്ല, അവളുടെ അമ്മ ആക്ച്വലി ഇവളെ അവളുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇഫാൻ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടാക്കിയ ഫുഡും എല്ലാം അമ്മ ഭയങ്കര സന്തോഷത്തോടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അമ്മയുടെ കോൾ കണ്ടപ്പോൾ തന്നെ ഇഫാൻ്റെ മൂഡെല്ലാം പോയി. ഇവൾക്ക് ഈ ഒരു മുഖത്തെ എക്സ്പ്രഷൻ എല്ലാം മാറിയത് കണ്ടിട്ട് ഇവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കാമെന്നും വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇനി ഇവിടെ ഇഫാൻ്റെ അമ്മ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ, അവളോട് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി പറയുമ്പോൾ അവൾ ജസ്റ്റ് ഒരു ആർക്കോ വേണ്ടി പറയുന്നത് പോലെ ഒരു ന്യൂ ഇയറും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഇഫാന് മനസ്സിലായി അവൾക്ക് പിടിച്ചിട്ടില്ലെന്ന്. അമ്മയാണെങ്കിലോ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ അവൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പൊക്കി അടിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ അമ്മയെ വഴക്ക് പറയുന്നതും ഇവിടെ ഇഫാൻ കേൾക്കുന്നു. പിന്നെ ഇഫാന് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല, വേഗം കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇഫാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്. ഇതുപോലത്തെ ഒരു ന്യൂ ഇയറിന് പണ്ട് അമ്മ ഇൻവൈറ്റ് ചെയ്തത് പ്രകാരം അമ്മയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഈ സ്റ്റെപ്പ് സിസ്റ്റർ വളരെ ചെറുതാണ്. എന്നാൽ അന്ന് മുതലേ അവൾക്ക് ഇഫാനെ തീരെ ഇഷ്ടമല്ല. എന്നിട്ട് അന്ന് ഇവളെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുമുണ്ട്. അവളോട് താൻ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇത് എൻ്റെ ഫാമിലിയാണ്, നീ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്നും ഈ അമ്മ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കത്തേ ഉണ്ടായിട്ടുള്ളൂ. ഇഫാന് വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും ട്രൈ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇഫാന് അവളുടെ അമ്മയുടെ അടുത്തോട്ട് പോയിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഇഫാന് ഇവിടെ ഞാനോട് ചോദിക്കുകയാണ്, നീ നിന്റെ അച്ഛനെ അമ്മയെ വിഷ് ചെയ്യുന്നില്ലെന്ന്. അവൻ പറയുന്നത്, ഞാൻ വിഷൊന്നും ചെയ്തില്ല, ഞാൻ ചെയ്താലും അവർ എന്നെ മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇഫാന് അവൾ ഉറങ്ങാൻ പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഒരു പണ്ടത്തെ ഒരു കാര്യം ഓർക്കുകയാണ്. അതായത് ഇഫാനെ സംബന്ധിച്ചൊരു കാര്യം. ഇഫാൻ്റെ അച്ഛൻ മരിച്ചു. അവരുടെ ആ ഒരു ഫ്യൂണറൽ പാർട്ടിക്ക് ഇവിടെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ഇഫാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഇഫാൻ്റെ അമ്മയുടെ അടുത്തോട്ട് കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ട് അമ്മയോട് ചോദിക്കും, ഇനി ഇഫാനെ എന്ത് ചെയ്യാനാണ് പ്ലാന്, അവളെ നിന്റെ കൂടെ നിർത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇഫാന് അച്ഛനും വേറെയായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മരിച്ചതോടുകൂടി ഇനി അമ്മയുടെ അടുത്തോട്ടാണോ
ഇഫാനെ പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അമ്മ ഇപ്പോൾ എനിക്ക് അതിന് പറ്റില്ല, പകരം ഈ ചോദിച്ച ആൻറ്റിയുടെ അടുത്ത് തൽക്കാലം നിർത്തോ എന്ന് ചോദിക്കുന്നു. അതിൽ ആൻറ്റി അതൊരു സമ്മതമല്ലാത്ത രീതിയിൽ പറയും, എൻ്റെ അടുത്തോ, എന്നാൽ പിന്നെ നിന്റെ മദറിനോടെ അടുത്ത് നിർത്തിക്കൂടെ, ഒന്നുമില്ലെങ്കിലും അത് അവളുടെ ഗ്രാൻഡ് മദർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. എന്നാൽ സ്വന്തം അമ്മയും ആ ആൻറ്റിയും കൂടെ ഇവളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നത് കണ്ടിട്ട് ഇവൾക്ക് എന്തോ ഭയങ്കര വിഷമം വരികയും അവൾ അവിടെ നിന്ന് ബാക്കി കേൾക്കണ്ട എന്ന രീതിയിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ യാനെ കാണുന്നത്. യാനും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രംഗം ഇവിടെ യാൻ ഓർക്കുന്നുണ്ട്. ശേഷം റൂമിലെത്തിയ അവളും ബാക്കി ഓർക്കുകയാണ്. ഈ അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ അവളെ സ്വീകരിക്കാൻ റെഡി അല്ലാത്തത് കൊണ്ട് തന്നെ അവൾ പിന്നെ അവളുടെ ഗ്രാൻഡ്മയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ്മക്ക് വയ്യാണ്ടാവുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി ഇഫാന്റെ കാര്യം ആകെ കട്ടപ്പുക. പിന്നീട് ഇഫാന് നിൽക്കാൻ ഇടമില്ലാതെ കറങ്ങി തിരിഞ്ഞ് ആ ആൻറ്റിയുടെ അടുത്തോട്ട് തന്നെ വരുന്നു. ആ ആൻറ്റിയുടെ അടുത്തുള്ള അവളുടെ ജീവിതം കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. ആൻറ്റി ആണെങ്കിൽ ഇവളെ വല്ലാണ്ട് മൈൻഡ് ചെയ്യുകയൊന്നുമില്ല. ആർക്കോ വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് പോലെയൊക്കെയാണ് ഇവളെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് ഇവളോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്യും, നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് പറ, അമ്മ വന്ന് നിന്നെ കൊണ്ടുപോകട്ടെ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. എന്നാൽ ആൻറ്റിയുടെ മകൻ അവന് വീട്ടിലോട്ട് വന്നാലോ ആൻറ്റി ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യും അവരെ. അങ്ങനെ രണ്ടു പോലെയാണ് ഇവളെ ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു കഷ്ടപ്പാടിലാണ് ഇവൾ വളർന്നതെല്ലാം. ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഫുഡൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ അധികം പുറത്തുനിന്നായിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവൾ ഓർഡർ ചെയ്ത് അത് മേടിക്കാൻ നേരം അവൾ ക്യാഷ് നോക്കിയപ്പോഴാണ് അവളുടെ അടുത്ത് ക്യാഷ് ഇല്ല, അത് എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ അവൾ ആകെ ടെൻഷനായിട്ട് ആ ഫുഡ് പിന്നെ മേടിക്കത്തില്ല. അവൾക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അങ്ങനെ അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് യാൻ വരുന്നത്. യാൻ ഇവളോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവളൊന്നും പറയുന്നില്ല. പിന്നീട് അവനോട് ചോദിക്കും, നിന്റെ അടുത്ത് ഒരു 20 രൂപ ഉണ്ടാകുമോ? ആ ഫുഡിൻ്റെ റേറ്റാണ് അവൻ ചോദിക്കുന്നത്. അതിൽ അവൻ്റെ പോക്കറ്റൊക്കെ തപ്പിയിട്ട് പറയും, ആക്ച്വലി ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി വന്നതല്ല, ക്യാഷ് ഒന്നും എടുത്തിട്ടില്ല, 5 മിനിറ്റ് എങ്ങോട്ട് പോകരുത്, ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഒറ്റ ഓട്ടം. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവളുടെ അടുത്തോട്ട് അവൻ വീണ്ടും ഓടി കതച്ച് വരുന്നു. എന്നിട്ട് ഇവൾക്ക് ആ ഒരു ക്യാഷ് കൊടുക്കുന്നു. അത് കണ്ടപ്പോൾ ഇവൾക്കെന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു. തനിക്ക് വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ കരയാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് പറയും, നിനക്ക് എപ്പോൾ ക്യാഷ് വേണമെന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാട്ടോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു രംഗങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് ഇവിടെ ഇഫാൻ കിടക്കുന്നത്. ഇനി അടുത്ത ദിവസം ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ അവിടെ ഇഫാന്റെ ഫ്രണ്ട് എല്ലാവരും കൂടി അവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് അവളുടെ വീട്ടിലോട്ട് വന്ന് വിസിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ആക്ച്വലി ഇവൾക്ക് ഇവരെ കണ്ടിട്ട് സന്തോഷമല്ല വന്നത്, ആകെ ടെൻഷൻ. കാരണം പെർമിഷൻ ഇല്ലാതെ ഫ്രണ്ട്സ് വരാൻ പാടില്ല എന്നുള്ള രണ്ടുപേരും തമ്മിലുള്ള എഗ്രിമെന്റ് ആണല്ലോ, അതിവിടെ തെറ്റുകയാണ്. അതിൽ ഇവൾ ആകെ ടെൻഷൻ ആയിക്കൊണ്ട് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയും, എന്തേ ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ? അവരാണെങ്കിൽ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ ഭയങ്കര കളിയായി ചിരിയായി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇഫാന് ഭയങ്കര ടെൻഷനാണ്. അതിൻ്റെ ഇടയിലാണ് ഈ പയ്യൻ അവൻക്ക് ബാത്റൂം യൂസ് ചെയ്യണം. അതിൽ അവന് യാൻ്റെ ടോയ്ലറ്റിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഇഫാൻ പറയും, അത് യാനിൻ്റെതാണ്, നീ എൻ്റെത് യൂസ് ചെയ്തോ എന്ന് പറയുമ്പോൾ അവന് പറയും, അതെന്താ ഞാൻ ഇത് യൂസ് ചെയ്താൽ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അത് തന്നെ ചൂസ് ചെയ്യുകയാണ്. എന്നാൽ ആ കറക്റ്റ് സമയത്താണ് ഇവിടെ യാന് വിളിക്കുന്നത്. യാൻ ഇവരുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. യാന് വിളിക്കുന്നത്, അവന് കുറച്ച് ഫുഡ് ഉണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി നീ കഴിച്ചേക്ക്, ഞാൻ കഴിക്കാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞ് വിളിച്ചതാണ്. ആക്ച്വലി ഇഫാനെ തീറ്റിക്കുക, അതാണ് ഉദ്ദേശം. അങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഇവിടെ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ ഈ പയ്യൻ ബാത്റൂം യൂസ് ചെയ്ത് പുറത്തോട്ട് വരുന്നത്, അതും ഇഫാനോട് സംസാരിച്ചുകൊണ്ട്. എന്നാൽ അവൻ്റെ ശബ്ദം കേട്ടതോടുകൂടി യാന് കാര്യം മനസ്സിലായി, ആരോ വന്നിട്ടുണ്ടെന്ന്. ഇവളാണെങ്കിൽ മാക്സിമം ഫോണൊക്കെ പൊത്തി പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ കേട്ടു. അതിൽ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയും ഇവർ വന്നിട്ടുണ്ടെന്ന്. അതോടുകൂടി ഇവൻ്റെ സകല മൂടും പോയി. പ്രത്യേകിച്ച് ആ പയ്യനും കൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ പിന്നെ ഇഫാന് ഇവരെ നേരിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെയും കൊണ്ട് പുറത്തു പോവുകയാണ്. ആക്ച്വലി ഇവളുടെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്, വല്ല ഗെയിമും കളിച്ചിരുന്നുകൊണ്ട്. എന്നാൽ ഇഫാൻ അതിന് സമ്മതിക്കാതെ ഇവരെയും കൊണ്ട് പുറത്തു പോയല്ലോ. അങ്ങനെ ഈ പയ്യൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോയാലോ? അതിൽ ഇഫാൻ അതിന് സമ്മതിക്കില്ല. കാരണം ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണല്ലോ 10 മണിക്ക് മുന്നേ വീട്ടിലെത്തണമെന്ന്. അങ്ങനെ അതെല്ലാം ഇവൾ പറയുമ്പോൾ ഈ ഫ്രണ്ട് ചോദിക്കും, ശരിക്കും നിനക്ക് അവനെ പേടിയാണോ? നീ എന്താ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അവൻ വെറും റൂംമേറ്റ് അല്ലേ, അല്ലാതെ വേറെ ആരുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഇവൻ പറയുന്നുണ്ട്, അല്ല അവൻ ഇങ്ങനെ ഈ റൂള് വെച്ചിരിക്കുന്നതൊക്കെ ശരിക്കും ഒരു റൂള് മാത്രമാണോ അതോ നിന്നെ കെയർ ചെയ്യുന്ന ഒരു മെത്തേഡാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടുകൊണ്ട് ഇവിടെ ഇഫാനും ആകെ ഞെട്ടി നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ അവരൊരു ഇടത്തെത്തുന്നു. അവിടെ അങ്ങനെ ശാന്തമായിട്ട് അവരിങ്ങനെ ആ ഒരു നേച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഈ ഫ്രണ്ടിനൊരു കോൾ വരുന്നത്. അവൾ ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നു. അത് വിളിച്ചതോ ഹോനാണ്.
ഓനാണെങ്കിൽ ഇവളുടെ എന്താണ് കള്ളക്കാമുകിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവൾക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. പിന്നെ ചെറിയൊരു റിഹേഴ്സൽ നടത്തണം. ഏകദേശം ഗ്രാൻഡ് മക്ക് വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവർ നന്നായിട്ട് റെഡി ആക്കണമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ അവൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവളൊരു രംഗം കാണുന്നത്. അതായത് ഇവിടെ ഇഫാന് നന്നായിട്ട് തണുത്ത സമയത്ത് ഈ ഒരു ഫ്രണ്ട് അവൾ നന്നായിട്ട് കെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഇവൾ കാണുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ഇവളിങ്ങനെ സംശയിക്കുകയാണ്. ഇനി അവരുടെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ടിനെ അവിടെ ഹോന് വെയിറ്റ് ചെയ്യുകയാണല്ലോ അവളെ. അതുകൊണ്ട് തന്നെ ഞാൻ്റെ കഫേയിൽ ഇവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇഫാനെ ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ആക്ച്വലി ഞാൻ്റെ കഫയാണല്ലോ, അപ്പോൾ ഞാൻ അവിടെ തന്നെ ഉണ്ടോ അതോ അവൻ വീട്ടിലെത്തിയോ എന്ന് അറിയണം ഇഫാനെ. അപ്പോൾ ആ ഒരു കാര്യം ചോദിക്കുകയാണ്. ആക്ച്വലി ഇവർ നന്നായിട്ട് ലേറ്റ് ആയിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവനില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ കയറി പറ്റും, ഇല്ലെങ്കിൽ പിന്നെ അവനെ ആ ഒരു മറുപടിയൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ, അതും വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ഇവളിങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഈ ഫ്രണ്ടിനും എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനെ അവരുടെ വീട്ടിലെത്തി. എന്നാൽ അതിൻ്റെ ഇടയിലാണ് ഫ്രണ്ട് പറയുന്നത്, നമ്മൾ ഒരു ഭക്ഷണവും കഴിച്ചില്ല, നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറിയാലോ, കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഇഫാന് പെട്ടെന്നൊരു കാര്യം ഓർമ്മയായത്. അതായത് അവന് രാവിലെ വിളിച്ചിരുന്നല്ലോ, അവനൊരു ഫുഡ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കി കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കാര്യം ഇപ്പോഴാണ് അവനക്ക് ഓർമ്മയായത്. അതായത് ഇവിടെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം, അതിനു വേണ്ടിയിട്ട് അവൾ ധൃതിപ്പെട്ടുകൊണ്ട് ഇവരെയും കൊണ്ട് എങ്ങനെയെങ്കിലും കാറി കയറി എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നല്ലോ. എന്തായാലും ഫുഡിൻ്റെ കാര്യം ഓർമ്മ വന്നതും പിന്നെ ഈ ഫ്രണ്ടിനോട് അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൾ വേഗം തിരിച്ച് അവളുടെ റൂമിലോട്ട് തന്നെ എത്തുകയാണ്. എന്നിട്ട് വേഗം ആ ഫുഡ് നോക്കുകയാണ്. പക്ഷെ അവിടെ എവിടെയും അത് കാണുന്നില്ല. അപ്പോൾ ഇതെവിടെ പോയി എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ബാക്കിൽ തന്നെ യാനുള്ളത്. യാനെ കണ്ടതും ഇവളാകെ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിക്കും, നീ എത്തിയോ എന്ന്. അതൊന്ന് പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് അറിയാതെ വന്നതാണ്. അതിൽ ഇവന് പറയും, പിന്നെ എത്തണ്ടേ, ഇത് എൻ്റെയും കൂടെ വീടല്ലേ എന്നൊക്കെ പറയുന്നു. ശേഷം ഇവൾ പറയുന്നു, ഞാൻ ആ ഫുഡ് കഴിക്കാൻ മറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ പറയും, ഓ അത് വല്ല പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ ജസ്റ്റ് പുറത്തെടുത്ത് വെച്ച് മറന്നു പോയപ്പോൾ ഞാൻ എന്നോട് കഴിക്കാൻ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല എന്ന് ചുമ്മാ പറയുന്നു. ആക്ച്വലി അങ്ങനെയല്ലല്ലോ. ശേഷം അവന് ഇവിടെ അവൻ്റെ പെർമിഷൻ ഇല്ലാതെ ഫ്രണ്ട്സ് വന്നതിനും പിന്നെ പുറത്ത് പോയി ഇത്ര ലേറ്റായി വന്നതിനും എല്ലാം അവളോട് ഇങ്ങനെ ഓരോ ഇതിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ അതിനെല്ലാത്തിനും കൂടി ഒരു സോറി പറയും. എന്നിട്ട് അവന് എന്ത് പണിഷ്മെൻറ്റ് കൊടുത്താലും അത് സ്വീകരിക്കാൻ റെഡിയാണ് എന്ന രീതിയിലും പറയുന്നു. അത് കേട്ടതും ഞാൻ ഒന്ന് ചിന്തിക്കും, പണിഷ്മെൻറ്റ്, ഒപ്പം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് പണിഷ്മെൻറ്റാണ് വേണ്ടതെന്ന്. എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം പറയും, ഓക്കെ ഞാൻ നിനക്ക് പണിഷ്മെൻറ്റ് തരുന്നു. അതായത് നാളെ ഇതേ സമയം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഡിന്നർ കഴിക്കാൻ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അവന് പോവുകയാണ്. അത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടിപ്പോകും. കാരണം ആരാണ് ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാൾ? എന്നിട്ട് അവൾ പണ്ട് ഗേൾ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആക്ച്വലി ഇഫാനും അവന് ചെറുതായിട്ട് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കില്ലല്ലോ. എന്നിട്ട് അവളുടെ ആ ഒരു ടെൻഷൻ അടിക്കുന്ന മുഖം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടെ കാണാം. അതായത് ഇവളുടെ കൂടെ ആ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അവൻ്റെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, കിടക്കാൻ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആക്ച്വലി അങ്ങനെയല്ല, അവൻ്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവൻ്റെ ഫാമിലി ഉള്ളവർ മാത്രം. അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തോട്ട് എത്തണം, അതിനു വേണ്ടിയിട്ട് അവന് പെട്ടെന്ന് എല്ലാം കൂടെ വായിലോട്ട് കുത്തി കയറ്റുകയാണ്. എന്നാൽ അത് കണ്ട് ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് അമ്മ പതുക്കെ കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. സിസ്റ്റർ പറയുന്നത് ഇവനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചേഴ്സ് പറയുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ പറയും, ഇതിനെങ്കിലും നിനക്ക് കുറച്ച് സമാധാനമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ക്ലാസ്സിലോട്ട് കള്ള ഒഴിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവൻ കുടിച്ച് തീർത്തിട്ടുണ്ടാകും. അച്ഛൻ ആകെ ശശിയായി പോയ പോലുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല, അവൻ ഇറങ്ങി ഓടുകയാണ്. അമ്മ അവൻ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവളോട് എന്താ വന്നിട്ട് പറയുന്നത്, ഇവൻ്റെ വീട്ടിൽ നിറയെ ഗസ്റ്റാണ്, അവിടെ നിൽക്കാൻ ഒരു സ്ഥലമില്ല എന്നൊക്കെയല്ലേ. എന്നിട്ട് ആ ഒരു കള്ളത്തരവും കാണിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.